രാജ്യത്തെ പെട്രോൾ പൂർണ്ണമായി മാറുന്നു. ഏപ്രിൽ 1 മുതൽ പുതിയ മാറ്റങ്ങൾ. ഇന്ത്യയിലെ വാഹന വിപണിയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന തീരുമാനമായി. ഏപ്രിൽ 1 മുതൽ രാജ്യത്ത് 95 RON റീസെർച്ച് ഓക്ടെയ്ൻ നമ്പർ റേറ്റിംഗ് ഉള്ള പെട്രോൾ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 20% എഥനോൾ ചേർത്ത ഈ 20 പെട്രോൾ രാജ്യത്ത് വ്യാപകമായി അവതരിപ്പിച്ചതിന് ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് ഇന്ധനത്തിന്റെ ഗുണനിലവാരം ഉയർത്താനുള്ള ഈ പ്രധാന നീക്കം നടക്കുന്നത്. ഈ മാറ്റം വാഹന ഉടമകൾക്കും പരിസ്ഥിതിക്കും ഒരുപോലെ ഗുണം ചെയ്യും എന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. എന്തുകൊണ്ടാണ് 95 RON പെട്രോൾ? അന്നജം അല്ലെങ്കിൽ പഞ്ചസാര അടങ്ങിയ വിളകൾ ഫെർമെന്റേഷൻ പ്രക്രിയയിലൂടെ പ്രോസസ് ചെയ്താണ് എഥനോൾ ഇന്ധനം നിർമ്മിക്കുന്നത്. തുടർന്ന് വാറ്റൽ നടപടികളിലൂടെ ഉയർന്ന ആൽക്കഹോൾ അളവുള്ള ദ്രാവകമായി ഇത് മാറ്റുന്നു. ഇതുവരെ സാധാരണ പെട്രോളിന് 91 മുതൽ 92 വരെ ഒക്ടെയ്ൻ റേറ്റിംഗ് ആയിരുന്നു. പുതിയ നിർദ്ദേശത്തോടെ ഇത് 95 ആയി ഉയരുമ്പോൾ വാഹനങ്ങളുടെ ഇന്ധനക്ഷമതയും എഞ്ചിൻ പ്രകടനവും കൂടുതൽ മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉയർന്ന ഒക്ടെയ്ൻ റേറ്റിംഗ് ഉള്ള ഇന്ധനം എഞ്ചിനുള്ളിൽ ഉണ്ടാകുന്ന നോക്കിങ് എന്ന പ്രതിഭാസം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതുവഴി എഞ്ചിൻ കൂടുതൽ മൃദുവായി പ്രവർത്തിക്കുകയും ടർബോചാർജ്ഡ് എഞ്ചിനുകളിലും ഉയർന്ന കംപ്രഷൻ അനുപാതമുള്ള എഞ്ചിനുകളിലും മികച്ച പ്രകടനം ലഭിക്കുകയും ചെയ്യും. വാഹനങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാന ഗുണങ്ങൾ: മെച്ചപ്പെട്ട മൈലേജ്. എഞ്ചിനിലെ ദഹന പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാകുന്നതിനാൽ വാഹനങ്ങൾക്ക് മികച്ച ഇന്ധനക്ഷമത ലഭിക്കും. ഇതുവഴി ദീർഘകാലത്തിൽ ഇന്ധനച്ചെലവ് കുറയ്ക്കാനും സാധിക്കും. എഞ്ചിൻ ആയുസ്സ് വർദ്ധിക്കുന്നു. നോക്കിങ് കുറയുന്നതോടെ എഞ്ചിൻ ഘടകങ്ങൾ ദീർഘകാലം കേടുപാടുകൾ കൂടാതെ പ്രവർത്തിക്കും. പുതിയ തലമുറ വാഹനങ്ങൾക്ക് ഇത് പ്രത്യേക ഗുണകരമാകും. മലിനീകരണം കുറയുന്നു. ഉയർന്ന ഒക്ടെയ്ൻ റേറ്റിംഗ് ഉള്ള ഇന്ധനം എഞ്ചിനിൽ കൂടുതൽ പൂർണ്ണമായി കത്തുന്നതിനാൽ കാർബൺ പുറന്തള്ളൽ കുറയും. ഇതുവഴി പരിസ്ഥിതി മലിനീകരണം കുറയാൻ സഹായിക്കും. എഥനോൾ ഉപയോഗം വർദ്ധിക്കുന്നു. കരിമ്പും ധാന്യങ്ങളും മുതലായവയിൽ നിന്ന് നിർമ്മിക്കുന്ന എഥനോൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനമാണ്. ഇതിന്റെ ഉപയോഗം വർദ്ധിക്കുന്നത് പെട്രോളിയം ഇറക്കുമതി കുറയ്ക്കാനും കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിക്കാനും സഹായകമാകും. രാജ്യവ്യാപകമായി BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതിലൂടെ ഇന്ധനത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാനും കഴിയും. നിലവാരമില്ലാത്ത ഇന്ധനം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന എഞ്ചിൻ തകരാറുകൾ കുറയ്ക്കാനും ഇത് സഹായിക്കും. കൂടാതെ പഴയ വാഹനങ്ങൾക്ക് നിർമ്മാതാക്കൾ നൽകുന്ന ഈ 20 കൺവെർഷൻ കിറ്റുകൾ ഉപയോഗിക്കുന്നവർക്കും ഈ മാറ്റം ഗുണകരമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. മൊത്തത്തിൽ കൂടുതൽ കരുത്തുറ്റതും കുറഞ്ഞ മലിനീകരണമുള്ളതുമായ യാത്രാ അനുഭവത്തിലേക്കാണ് പുതിയ ഇന്ധന നയം വഴിയൊരുക്കുന്നത്. എന്നിരുന്നാലും ഈ ഇന്ധനത്തിന് ചില ദോഷങ്ങളുണ്ടെന്ന വിമർശനവും ശക്തമാണ്. എഥനോൾ ഇന്ധനം ഉപയോഗിക്കുന്നതിലെ പ്രധാന വെല്ലുവിളികൾ: ഇന്ധനക്ഷമത കുറയാം. പെട്രോളിനേക്കാൾ എഥനോളിന്റെ ഊർജ്ജ സാന്ദ്രത കുറവായതിനാൽ എഥനോൾ കലർന്ന ഇന്ധനം ഉപയോഗിക്കുമ്പോൾ വാഹനങ്ങളുടെ മൈലേജ് ഏകദേശം 6 മുതൽ 7 വരെ ശതമാനം വരെ കുറഞ്ഞേക്കാം. എഞ്ചിൻ ഭാഗങ്ങൾക്ക് കേടുപാട്: എഥനോൾ ശക്തമായ ലായക സ്വഭാവമുള്ളതാണ്. അതിനാൽ ഇന്ധന ലൈനുകൾ, റബ്ബർ സീലുകൾ, ഗാസ്കറ്റുകൾ, ഫ്യുവൽ പമ്പുകൾ തുടങ്ങിയ ഘടകങ്ങൾ വേഗത്തിൽ കേടാകാൻ സാധ്യതയുണ്ട്. ജലാംശം ആഗിരണം ചെയ്യുന്നു. വായുവിലെ ഈർപ്പം എഥനോൾ എളുപ്പത്തിൽ ആഗിരണം ചെയ്യുന്നതിനാൽ ടാങ്കിൽ വെള്ളം അടിഞ്ഞുകൂടാനും പ്രത്യേകിച്ച് ലോഹ ടാങ്കുകൾ തുരുമ്പിക്കാനും സാധ്യതയുണ്ട്. എഞ്ചിൻ പ്രവർത്തനത്തിലെ പ്രശ്നങ്ങൾ: എഥനോൾ ഉള്ള ഇന്ധനം ഉപയോഗിക്കുമ്പോൾ ഫിൽട്ടറുകളിൽ തടസ്സമുണ്ടാകാനും പ്രത്യേകിച്ച് ശൈത്യകാലത്ത് കോൾഡ് സ്റ്റാർട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പഴയ വാഹനങ്ങൾക്ക് അനുയോജ്യമല്ല. BS4 നിലവാരത്തിലും അതിന് താഴെയുള്ള വാഹനങ്ങൾ ഈ 20% എഥനോൾ ഇന്ധനത്തിന് അനുയോജ്യമായി രൂപകൽപ്പന ചെയ്തിട്ടില്ല. അതിനാൽ ഇത്തരം വാഹനങ്ങളുടെ എഞ്ചിൻ ആയുസ്സ് കുറയാൻ സാധ്യതയുണ്ട്. എഥനോൾ മിശ്രിത ഇന്ധനം ഉപയോഗിക്കുന്നതോടെ അറ്റകുറ്റപ്പണികളുടെ എണ്ണം കൂടാനും റബ്ബർ ഘടകങ്ങൾ സമയബന്ധിതമായി മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകാനും ഇടയുണ്ട്. കൂടാതെ എഥനോൾ നിർമ്മിക്കാൻ ആവശ്യമായ ഫീഡ്സ്റ്റോക്ക് ഉത്പാദനത്തിന് വലിയ തോതിൽ കൃഷിയോഗ്യമായ ഭൂമി വേണ്ടിവരും. ഇതിനു വേണ്ടി തദ്ദേശീയ സസ്യജാലങ്ങൾ നീക്കം ചെയ്യപ്പെടുമ്പോൾ ജീവിവർഗങ്ങളുടെ ആവാസവ്യവസ്ഥ നഷ്ടപ്പെടാനും ജൈവവൈവിധ്യത്തിൽ കുറവുണ്ടാകാനും സാധ്യതയുണ്ട്. പരിസ്ഥിതിയുടെ സമഗ്ര ആരോഗ്യത്തെയും ഇത് ബാധിക്കാമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇവയാണ് പ്രധാനമായും ഈ ഇന്ധന ഉപയോഗത്തിനെതിരെ ഉയരുന്ന പ്രധാന ആരോപണങ്ങൾ.